ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളൊരു സ്പെഷ്യൽ സ്നാക്കായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വളരെ ഈസിയാണ്, അതുപോലെ കുട്ടികൾക്ക് വളരെ ഹെൽത്തിയാണ്. അപ്പോൾ ഇത് സ്പിനാച്ച് വെച്ചിട്ടാണ് ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിന് മുമ്പ് നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ബെൽ ബട്ടൺ കൂടെ ഒന്നമർത്താം. ആദ്യം തന്നെ ഒരു മീഡിയം സൈസ് സവാള എടുത്തിട്ട് നന്നായിട്ട് ചെറുതായിട്ട് ചോപ്പ് ചെയ്യാം. ഇതിലേക്കാണ് നമ്മൾ സ്പിനാച്ച് ആഡ് ചെയ്യുന്നത്. അപ്പം ഞാനിവിടെ ഫ്രോസൺ സ്പിനാച്ചാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഫ്രോസൺ എടുക്കുമ്പം നമ്മൾ 2-3 മണിക്കൂർ മുമ്പേ ഇത് നമ്മൾ ഫ്രീസറിൽ നിന്ന് പുറത്തെടുത്ത് വെക്കണം. അല്ല നിങ്ങൾ ഫ്രഷ് ലീവ്സ് ആണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ തീരെ ചെറുതായിട്ട് വേണം ചോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇത് രണ്ടും നന്നായിട്ട് മിക്സ് ചെയ്യാം. പിന്നെ ഇതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടി, 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് ഗരം മസാല, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, ഇത്രയും സാധനങ്ങൾ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. കുരുമുളക് പൊടി വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ ടേസ്റ്റിനനുസരിച്ചിട്ട് കൂട്ടിയും കുറച്ചും ഇരിക്കാം. അപ്പോൾ അതൊക്കെ ഓപ്ഷണലാണ്. അപ്പോൾ ഞാൻ കുറച്ച് എടുക്കുന്നുള്ളൂ, മോൾക്ക് അധികം എരിവുള്ളത് ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് എടുക്കുന്നുള്ളൂ. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്തത് 1 കപ്പോളം മൈദയാണ്. അപ്പം ഗോതമ്പ് പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഗോതമ്പ് പൊടിയും ചേർക്കാം, പക്ഷേ ഗോതമ്പ് പൊടിനേക്കാളും ഒന്നുകൂടെ ടേസ്റ്റായിട്ട് തോന്നിയത് മൈദയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ 1 കപ്പ് മൈദ കൂടെ ചേർക്കുന്നുണ്ട്. മൈദയും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ചെറിയ ബോൾസ് എടുത്തിട്ട് ഇതുപോലെ നമ്മൾ ഉള്ളിവടയൊക്കെ ഉണ്ടാക്കുമല്ലോ, അതുപോലെ തന്നെ കയ്യിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം നമ്മൾ കയ്യിൽ വെച്ച് പ്രസ് ചെയ്യുന്ന ആ സമയം കൊണ്ട് തന്നെ നമുക്ക് കുറച്ച് എണ്ണ ചൂടാക്കാൻ വെച്ചിട്ട് അതിൻ്റെ കൂടെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ സ്പിനാച്ച് വെച്ചിട്ടുള്ള ഈ ഒരു സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. ഇതിനങ്ങനെ പ്രത്യേകിച്ച് പേരൊന്നും ഇട്ടിട്ടില്ല. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേരിടാം. അപ്പം നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. മക്കൾക്കൊക്കെ വളരെ ഹെൽത്തിയാണ്, അതുപോലെ നമുക്ക് ഉണ്ടാക്കാനും തന്നെ നല്ല സുഖമാണ്. അപ്പം വൈകുന്നേരം ചായൻ്റെ കൂടെയൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണ്. അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങൾ എന്താണെങ്കിലും ഇഷ്ടമായാലും അല്ലെങ്കിലും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.